ഹലോ പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു മൈ ചാനൽ ഹിഡൻ ടോൺ 34. എന്താണ് ഹിഡൻ ടോൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് ഈ 34 എന്ന് ഞാൻ പറയട്ടെ. എൻ്റെ 34ാമത്തെ ബർത്ത്ഡേയിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. 2 വർഷം മുമ്പ് തുടങ്ങി, ഇപ്പം ഞാൻ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തു. അതായത് 34 വർഷങ്ങൾ വേണ്ടി വന്നു എനിക്ക് നിങ്ങളോട്, അതായത് പബ്ലിക്കിനോടൊന്ന് സംസാരിച്ച് തുടങ്ങാൻ 34 വർഷങ്ങൾ വേണ്ടി വന്നു. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, ഹിഡനായി കിടക്കുന്ന കുറേ ടാലൻറ്റുകൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ വിവാഹം, കുടുംബം, മക്കൾ, അങ്ങനെ ഓരോരോ പ്രാരാബ്ദങ്ങളിൽ പെട്ട്, പ്രാരാബ്ദങ്ങളെന്ന് ഞാൻ പറഞ്ഞുകൂടാ, എൻ്റെ ഒരു സ്വീറ്റ് ഫാമിലിയാണേ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ പെട്ട് അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് മാത്രം അങ്ങനെ നമ്മുടെ ടാലൻ്റ് അങ്ങ് ഒതുങ്ങിപ്പോകും. ചിലപ്പോൾ നമ്മൾ അറിയുക പോലുമില്ല നമ്മുടെ ഉള്ളിൽ ഇത്ര വലിയ കഴിവുകളൊക്കെ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്, അല്ലേ? അങ്ങനെ ഉറങ്ങിക്കിടന്ന കഴിവുകളൊക്കെ ഒരു ദിവസം ഞാൻ കുലുക്കി കുലുക്കി വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ചിറക് വിരിച്ചങ്ങ് പറക്കാൻ തുടങ്ങി. അങ്ങനെ പറന്ന് 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 ഉയരങ്ങളിലേക്ക് എത്തിയപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ 2 വർഷങ്ങൾക്ക് മുമ്പ് വെറുതെ സ്റ്റാർട്ട് ചെയ്ത ഈ ചാനൽ ഞാൻ ഇന്ന് വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടി വീണ്ടും പൊടി തട്ടിയെടുത്തു. പുതിയൊരു പേരൊക്കെ ഇട്ട് പുത്തൻ ചാനലാക്കി. ഞാൻ കടന്നു വന്ന വഴിയിൽ നേരിട്ട ഒരുപാട് തടസ്സങ്ങൾ, സാക്രിഫൈസ്, ഹാർഡ് വർക്ക്, അതൊക്കെ എനിക്ക് മോട്ടിവേഷൻ്റെ കുറവുകൊണ്ട് സക്സസ് ആവാത്ത കുറേ പേരുണ്ട്, അവരിലേക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നി. എന്ന് വെച്ചാൽ ഞാൻ വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മുകളിലേക്ക് അങ്ങ് ഉയർന്ന് പിന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റാതെ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. അത് സ്റ്റുഡൻസ് ആവാം, വീട്ടമ്മമാരാവാം, യുവാക്കളാവാം, റിട്ടയർമെൻറ്റ് ലൈഫ് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന ഗ്രാൻഡ് പാരൻസ് ആവാം, അങ്ങനെ ആരും ആകാം. നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടായോ, മകളായോ, അല്ലെങ്കിൽ മോട്ടിവേറ്ററായോ, സിസ്റ്ററായോ എന്നെ കാണാം. അത് നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ ശബ്ദത്തിലൂടെ മാത്രം എന്നെ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരുമിച്ചൊരു ജേണി ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലൈഫിലൊരു ഗോളൊക്കെ സെറ്റ് ചെയ്താൽ പിന്നെ അത് നേടിയെടുക്കുന്നത് വരെ കഷ്ടപ്പാടിൻ്റെയും സാക്രിഫൈസിൻ്റെയും ഒക്കെ ഒരു സമയമാണ്. ചില എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടെന്ന് വെച്ചാലാണ് അതിലും വലിയ ചിലത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ആ നേട്ടത്തിലേക്കുള്ള വഴി കഠിന പരിശ്രമങ്ങൾ നിറഞ്ഞതാകും. അത് നേടിയെടുത്താലോ, എന്ത് തന്നെ നേടിയെടുത്താലും നമ്മളൊരു എക്സ്ട്രീം ലെവൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് അങ്ങ് പോകും. പക്ഷെ പയ്യെ പയ്യെ ആ സാറ്റിസ്ഫാക്ഷൻ കുറയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മറ്റൊരു ഗോൾ സെറ്റ് ചെയ്ത് അത് നേടിയെടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം. എൻ്റെ ശബ്ദത്തിലൂടെ എന്നെ സ്നേഹിക്കാനും തിരിച്ചറിയാനും കഴിയുന്ന കുറേ ആളുകൾ, അതാണ് ഞാൻ എൻ്റെ 34ാമത്തെ പിറന്നാളിന് സെലക്ട് ചെയ്തൊരു ഗോള്. അടുത്ത പിറന്നാളാകുമ്പോഴത്തേക്കും അത് സാധ്യമാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ നടക്കുമെന്ന് 100% വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ പ്രപഞ്ചം നമ്മുടെ കയ്യിൽ കൊണ്ടുവച്ച് തരും. സത്യം. കുറേ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ, ഒരു ഗോള് നേടിയെടുത്താൽ തീർന്നു പോകരുത് നമ്മുടെ പരിശ്രമങ്ങൾ. നമ്മൾ വീണ്ടും വീണ്ടും ഓരോ ഗോളുകൾ ജീവിതത്തിൽ ഓരോന്നോരോന്നായിട്ട് അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു ജോലി നേടിയെടുത്താൽ മാത്രം നമ്മൾ സക്സസ് ആയെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിന് നമുക്ക് ജോലി വേണം, പിന്നെ ജീവിതത്തിലുടനീളം ഒരു സാറ്റിസ്ഫാക്ഷനും, പിന്നെ സാമ്പത്തിക ഭദ്രതയും വേണം. സാമ്പത്തിക ഭദ്രതയും ജീവിതത്തിലെ സാറ്റിസ്ഫാക്ഷനും നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റണം. ഇതൊക്കെ എങ്ങനെ സാധ്യമാകുമെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാ? കൂടെ കൂട്ടാമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തോളൂ. അടുത്ത വീഡിയോയുമായി നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ.